Okay, so ഇതാണ് ആൻടെക്കിൻ്റെ ലേറ്റസ്റ്റ് കോൺസ്റ്റലേഷൻ സീരീസിലെ ആൻടെക് C5 ARGB ക്യാബിനറ്റ്. ഈ ക്യാബിനറ്റ് നമുക്ക് അയച്ചേക്കുന്നത് ആൻടെക് ഇന്ത്യ ആണ്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ക്യാബിനറ്റ് അയച്ചു തന്നതിന് വേണ്ടി ബിഗ് താങ്ക്സ് ടു ആൻടെക് ഇന്ത്യ. ഇതെനിക്ക് ശരിക്കും പറഞ്ഞാൽ പേഴ്സണലി ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ബിക്കോസ് ലാസ്റ്റ് 6 years ആയിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. നിയർലി 360 or 70 വീഡിയോസിന് മേലെ ചെയ്തിട്ടുണ്ട്. ഇതും റീസെൻ്റ്ലി ആണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. കമൻസിൽ ആരും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു 300+ വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ ശരിക്കും നോക്കിയപ്പോഴാണ് 300 മേലെ വീഡിയോസ് ആയി. ആൻഡ് നിയർലി 6 years ആയിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ഒരു കമ്പനി പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാൻ വേണ്ടി തരുന്നു. ആൻടെക് എന്നൊരു വലിയൊരു കമ്പനി, അതും ചെറിയൊരു പ്രൊഡക്റ്റ് അല്ല, അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ക്യാബിനറ്റ് ആണ് നമുക്ക് അയച്ചു തന്നത്. എന്തായാലും വൺസ് അഗൈൻ ബിഗ് താങ്ക്സ് ടു ആൻടെക്. ക്യാബിനറ്റ് ആൻടെക്കിൻ്റെ ആണ്, പക്ഷേ ഈ റിവ്യൂസും ഒപ്പീനിയൻസ് എല്ലാം എൻ്റെ തന്നെയാണ്. ഇതിൽ കമ്പനിയുടെ ഒരു ഇൻ്റർഫിയറൻസും ഉണ്ടാകത്തില്ല, അതെനിക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. യോർ ഓൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോദ്. തുടങ്ങാം. ആൻടെക് C5 എന്ന് പറയുന്നത് ഈ അവരുടെ ഒരു പുതിയ സീരീസ് ആണ്, കോൺസ്റ്റലേഷൻ സീരീസ്. സോ കോൺസ്റ്റലേഷൻ സീരീസിൽ വരുന്ന വൺ ഓഫ് ദി ക്യാബിനറ്റ്സ് ആണ് ആൻടെക്കിൻ്റെ C5. C7 ഉണ്ട്, പിന്നെ അങ്ങനത്തെ പല മോഡൽസ് ഉണ്ട്. 4000 പ്രൈസ് റേഞ്ചിൽ നിന്ന് സ്റ്റാർട്ടായി നിയർലി ഒരു 12,000 മേലെ വരുന്ന ഈ പ്രൈസ് റേഞ്ചസിൽ വരുന്ന ഡിഫറെൻറ്റ് ക്യാബിനറ്റ്സ് ഈ സീരീസ് അല്ലെങ്കിൽ കോൺസ്റ്റലേഷൻ സീരീസിലുണ്ട്. സോ ക്യാബിനറ്റിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പറയുവാണെങ്കിൽ, അതായത് അൺബോക്സിങ്ങിൻ്റെ ഒരു കാര്യം പറയുവാണെങ്കിൽ, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഫോം പാക്കിംഗ് തന്നെയാണ് അകത്ത് കൊടുത്തേക്കുന്നത്. നോർമലി കാണുന്ന തെർമോകോൾ പാക്കിംഗ് അല്ല, പക്ഷേ കുറച്ചും കൂടി റിജിഡ് ആയിട്ടുള്ള സ്ട്രോങ് PE ഫോമിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ബട്ട് ഒരു കാര്യമുണ്ട്, ഇടയ്ക്ക് ഗ്യാപ്പ് കുറച്ച് കൂടുതലാണ്. ബിക്കോസ് ഈ ഫോമിൻ്റെ തിക്നെസ് കൂടുതലായതുകൊണ്ട് തന്നെ ഗ്യാപ്സ് കുറച്ച് കൂടുതലാണ്. സോ ഈ ഗ്യാപ്പിൻ്റെ ഇടയ്ക്കും എന്തെങ്കിലും പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചായിരുന്നെങ്കിൽ കാർഡ്ബോർഡ് പീസോ അല്ലെങ്കിൽ ഒരു 1 or 2 ഇഞ്ചിൻ്റെ ഫോം പ്രൊട്ടക്ഷൻ തന്നെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയേനെ. സോ അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ ടെമ്പർ ഗ്ലാസ് ഏരിയനെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുമായിരുന്നു. നമുക്ക് എന്തായാലും റിസീവ് ആയ ക്യാബിനറ്റ്, ഇതിപ്പം ക്യാബിനറ്റ് ഇങ്ങനെ തന്നെയാണോ വന്നത് അല്ലെങ്കിൽ ഷിപ്പിങ്ങിൽ ഉണ്ടായ ഒരു ചെറിയ മൈനർ ഡാമേജ് സ്ക്രാച്ച് ആണോ എന്നറിയത്തില്ല. ഫ്രണ്ട് പോർഷൻ്റെ ഒരു എഡ്ജ് നോക്കുവാണെങ്കിൽ ചെറുതായിട്ട് ചിപ്പ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. സോ ഇതല്ലാതെ പാക്കിംഗ് വൈസ് ഓക്കെയാണ്. ബട്ട് റിവ്യൂ യൂണിറ്റ് ആണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും റിവ്യൂ ചെയ്തതാണോ, എങ്ങനത്തെയാണ്, എന്താണ് ഓവറോൾ ഇത് എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും അത് പറയണം, വന്നപ്പം ഈ ഒരു ഏരിയ കുറച്ച് ചിപ്പ് ഔട്ട് ആയിരുന്നു. ഇനി ഡിസൈൻ പെർസ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ കോൺസ്റ്റലേഷൻ സീരീസിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസൈൻസ് ഉണ്ട്. നോർമൽ ലുക്കിംഗ് ക്യാബിനറ്റ്സ് ഉണ്ട്, ഫിഷ് ടാങ്കിൻ്റെ തന്നെ സാധാരണ സിംഗിൾ ചേംബർ വരുന്ന ടൈപ്പ് ഉണ്ട്, ഡ്യുവൽ ചേംബർ വരുന്നുണ്ട്, രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളതുണ്ട്. സോ ഇത് സ്പെസിഫിക്കലി ഡ്യുവൽ ചേംബർ ഡിസൈൻ ആണ്. ഒരു ഫുൾ 270 ഡിഗ്രി ഫുൾ പെനോറമിക് വ്യൂ കിട്ടുന്ന പോലത്തെ ഒരു കൈൻഡ് ഓഫ് എ ഫിഷ് ടാങ്ക് ഡിസൈൻ ആണ്. ഫ്രണ്ട് ആൻഡ് സൈഡിലെ ഗ്ലാസ് 45 ഡിഗ്രീസിലാണ് എഡ്ജസ് കട്ട് ചെയ്തേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എഡ്ജസ് ജോയിൻ ചെയ്യുമ്പം ആ ഒരു എഡ്ജ് പോർഷൻ സീംലെസ് ആയിട്ട് നമുക്ക് തോന്നിക്കും. ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെങ്കിലും നോർമലി ഫ്ലാറ്റ് ഔട്ട് അല്ല, ഇത് കുറച്ചൊരു ആംഗുലർ കട്ട് ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത്. ഒരു ഫ്രണ്ട് ഗ്ലാസ് കംപ്ലീറ്റ്ലി സ്ട്രേറ്റ് അല്ല, കുറച്ച് ആംഗിൾഡ് ഡിസൈൻ ആണ്. പ്രൈസിങ്ങിന്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നിയർലി ഒരു 9,000 അണ്ടർ 10,000 റേഞ്ചിൽ വരുന്നതാണ്. വൈറ്റിനും ബ്ലാക്കിനും കുറച്ച് ഡിഫറൻസ് ഉണ്ട് പ്രൈസിങ്ങിൽ, ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ആകും. നേരത്തെ പറഞ്ഞ പോലെ ഡ്യുവൽ ചേംബർ ഫിഷ് ടാങ്ക് ഡിസൈൻ ആണ്. സോ അതുകൊണ്ട് തന്നെ കേബിൾ മാനേജ്മെന്റിന് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കേബിൾസ് റൗട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് മദർ ബോർഡ് സെക്ഷന്റെ പോർഷൻ നോക്കുവാണെങ്കിൽ കട്ടൗട്ട്സ് ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്, ഓപ്പൺ കട്ടൗട്ട്സ് ആണ്. സോ ദാറ്റ് മീൻസ് ഇത് ബാക്ക് കണക്റ്റിംഗ് മദർ ബോർഡ്സും സപ്പോർട്ട് ചെയ്യുന്നതാണ്. പഴയ ട്രഡീഷണൽ മദർ ബോർഡ്സ് അല്ലാതെ ലേറ്റസ്റ്റ് വന്ന ബാക്ക് കണക്ടേഴ്സ് ഉള്ള മദർ ബോർഡ്സും സോ ഇതിൽ നമുക്ക് കമ്പാറ്റബിൾ ആണ്. ഫ്രണ്ടിൽ ഡിസൈൻ എലിമെന്റിന്റെ ഒരു കാര്യം പറയുവാണെങ്കിൽ, ഫ്രണ്ടിൽ നമുക്കൊരു ARGB സ്ട്രിപ്പ് പോലത്തെ ഒരു സംഭവം കാണാം. ഫ്രണ്ടിലെ ആംഗുലർ ഡിസൈൻ മാച്ച് ആകുന്ന രീതിയിലാണ് ഇത് ഇന്റഗ്രേറ്റ് ചെയ്തേക്കുന്നത്, വിച്ച് ലുക്സ് വെരി ഗുഡ് ആക്ച്വലി. ആൻഡ് ഇത് ARGB കൺട്രോളബിൾ ആണ്. ARGBയുടെ കാര്യം പറയുമ്പോൾ നമുക്കിതിൽ ടോട്ടൽ 7 ഫാൻസ് ആണ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നത് വിത്ത് ബിൽറ്റ് ഇൻ കൺട്രോളർ. ഇതിൽ 6 എണ്ണം റിവേഴ്സ് ഇൻടേക്ക് ഫാൻസ് ആണ്. ആൻടെക്കിന്റെ തന്നെ P12 എന്ന മോഡൽ ARGB റിവേഴ്സ് ഇൻടേക്ക് ഫാൻസ് ആണ്. ബാക്കിൽ കൊടുത്തേക്കുന്നത് P12 തന്നെ നോർമൽ ഫാൻ ആണ്. സോ ടോട്ടൽ ലെസ് ദാൻ 10,000 പ്രൈസ് റേഞ്ച് നമുക്ക് ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ഒരു ക്യാബിനറ്റ് കിട്ടുന്നുണ്ട്. ആൻഡ് ഇൻക്ലൂഡിംഗ് 7 ARGB PWM കൺട്രോളബിൾ ഫാൻസ് വിത്ത് എ കൺട്രോളർ ഹബ്. സോ അതുകൊണ്ട് തന്നെ ഈ പ്രൈസ് പോയിന്റ് ഓഫ് വ്യൂ വെച്ച് നോക്കുവാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ദാറ്റ് ഇറ്റ് സെൽഫ് മേക്സ് ദിസ് എ വർതി ക്യാബിനറ്റ്. ഡിസൈനിന്റെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് ഡസ്റ്റ് ഫിൽറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, ടോപ്പിലുണ്ട്, ബോട്ടമിലും ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ബാക്കിൽ നമുക്ക് എയർ ഇൻടേക്കിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ബാക്ക് സൈഡിൽ നമുക്ക് ഡസ്റ്റ് ഫിൽറ്റേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ഇനി ബേസിക് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ, ബിൽഡ് ക്വാളിറ്റി ലേറ്റസ്റ്റ് വന്ന ആൻടെക്കിന്റെ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ ബിൽഡ് വൈസ് നല്ല ക്യാബിനറ്റ്സ് ആണ്. അത്യാവശ്യം തിക്കായിട്ടുള്ള മെറ്റൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് പെയിന്റിംഗ് വൈസ് നോക്കുവാണെങ്കിലും
പെർഫെക്റ്റ്ലി പൗഡർ കോട്ടഡ് ആണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, ക്യാബിനറ്റിൻ്റെ കളറും ഫാൻസിൻ്റെ കളറും ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കൽ വൈറ്റ് ആണ്. ചില ക്യാബിനറ്റ്സ് നമ്മൾ വൈറ്റ്, എസ്പെഷ്യലി വൈറ്റ് ക്യാബിനറ്റ്സ് നോക്കുകയാണെങ്കിൽ ക്യാബിനറ്റ് സ്റ്റീൽ അല്ലെങ്കിൽ മെറ്റൽ പോർഷൻ്റെ വൈറ്റ് ക്രിസ്റ്റൽ വൈറ്റ് ആയിരിക്കും. പക്ഷേ ഫാനിലോട്ട് വരുമ്പം അത് കുറച്ച് ഡിസ്കളേർഡ് ആയിരിക്കും. ചെറിയ യെല്ലോ ടിൻറ്റ് ബഡ്ജറ്റ് ക്യാബിനറ്റ്സ് നമുക്ക് കാണാറുണ്ട്. സോ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ കളേഴ്സ് യൂണിഫോം ആണ്. സോ ദാറ്റ്സ് വെരി ഗുഡ് ആക്ച്വലി. ഓവറോൾ ഡയമെൻഷൻസ് നോക്കുവാണെങ്കിൽ 469 mm ആണ് ഡെപ്ത്. വിഡ്ത്ത് വരുന്നത് 285 mm, ഹൈറ്റ് ഈസ് 400 mm. സോ ഓവറോൾ ഹൈറ്റ് വൈസ് നോക്കുവാണെങ്കിൽ ഒരു കോമ്പാക്ട് ലുക്കിംഗ് ക്യാബിനറ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ക്യാബിനറ്റിൻ്റെ കംപ്ലീറ്റ് ടോട്ടൽ വെയിറ്റ് വരുന്നത് 7.6 kgs ആണ്. വാറൻറ്റി 2 yearsൻ്റെ ആണ് ആൻടെക് പറയുന്നത്. എക്സ്പാൻഷൻ സ്ലോട്ട്സ് എല്ലാം തന്നെ റിമൂവബിൾ, റീയൂസബിൾ ആണ്. നോർമലി ബഡ്ജറ്റ് ക്യാബിനറ്റ്സിൽ ഇത് റിമൂവ് ചെയ്താൽ പിന്നെ വെക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ ദിസ് ഈസ് റീയൂസബിൾ. ആൻഡ് ഓൾസോ വൈറ്റ് ക്യാബിനറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സിൽവർ മാച്ചിങ് ആയിട്ടുള്ള തം സ്ക്രൂസ് ആണ് കൊടുത്തേക്കുന്നത്. തം സ്ക്രൂസിൻ്റെ കാര്യത്തിൽ ഒരു 10,000 പ്രൈസ് റേഞ്ചിൽ വരുന്ന ക്യാബിനറ്റ് ആണ്. സോ ഒരു ക്യാപ്റ്റീവ് തം സ്ക്രൂസ് കൊടുക്കാമായിരുന്നു. ബട്ട് ഇവിടെ നമുക്ക് നോർമൽ കംപ്ലീറ്റ്ലി റിമൂവബിൾ തം സ്ക്രൂസ് ആണ് വരുന്നത്. ഇതും അഗൈൻ വലിയൊരു നെഗറ്റീവ് ഒന്നുമല്ല, പക്ഷേ ഇത് ക്യാപ്റ്റീവ് ആയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ. സോ ഓവറോൾ പെയിന്റ് ജോബിൻ്റെ ക്വാളിറ്റി നോക്കുവാണെങ്കിലും ബിൽഡ് ക്വാളിറ്റി ഈസ് വെരി ഗുഡ്. ഈ പ്രൈസ് റേഞ്ചിൽ ദിസ് ഈസ് വെരി ഡീസെൻറ്റ്. ഇനി ക്യാബിനറ്റിൻ്റെ ഇൻറ്റീരിയേഴ്സിലോട്ട് നോക്കുവാണെങ്കിൽ ഇൻറ്റീരിയർ നമുക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പറയാനുള്ളത് മദർ ബോർഡ്സിൻ്റെ സപ്പോർട്ടാണ്. സോ നമുക്ക് ATX, മൈക്രോ ATX ആൻഡ് മിനി ITX ബോർഡ്സ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഒബ്വിയസ്ലി റെക്കമെൻഡഡ് മൈക്രോ ATX ആൻഡ് ATX ഫോം ഫാക്ടർ യൂസ് ചെയ്യുന്നതായിരിക്കും. സ്റ്റോറേജ് സ്പേസ് നോക്കുവാണെങ്കിൽ നമുക്ക് ബാക്കിൽ ഒരു 3.5 inch നോർമൽ ഹാർഡ് ഡ്രൈവ് പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ആൻഡ് ഈ കാണുന്ന ബാക്ക് പ്ലേറ്റിൽ നമുക്ക് 2.5 inch SATA SSDസും വെക്കാൻ പറ്റും. ക്യാബിനറ്റ് ഫാൻസിൻ്റെ സപ്പോർട്ട് വൈസ് നോക്കുവാണെങ്കിൽ ടോപ്പിൽ നമുക്ക് 3 120 mm സപ്പോർട്ട് ചെയ്യും ഓർ 2 140 mm. സിമിലർലി ബോട്ടമിലും നമുക്ക് കംപ്ലീറ്റ്ലി 3 120 mm ഫാൻസ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ആൻഡ് റിയറിൽ ഒരു എക്സോസ്റ്റ് അല്ലെങ്കിൽ 120 mm ഫാൻ. ആൻഡ് ഓഫ് കോഴ്സ് മദർ ബോർഡിൻ്റെ സൈഡിൽ നമുക്ക് 3 ഫാൻസ് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, 3 120 mm. റേഡിയേറ്ററിൻ്റെ കമ്പാറ്റബിലിറ്റി നോക്കുവാണെങ്കിലും സിമിലർ ആണ്. ടോപ്പിൽ അപ് ടു നമുക്ക് 360 mm വെക്കാൻ പറ്റും. മദർ ബോർഡിൻ്റെ സൈഡ് ഏരിയ നോക്കുവാണെങ്കിൽ 280 mm ആണ് പറയുന്നത് കമ്പനി. ബോട്ടം സൈഡ് നമുക്ക് 360 mm ഓക്കെയാണ് ആൻഡ് റിയറിൽ 120 mm. ബട്ട് ഏറ്റവും ഒപ്റ്റിമൽ കോൺഫിഗറേഷൻ ഞാൻ പറയുന്നത് ക്യാബിനറ്റ് ഇങ്ങനെ തന്നെ പർച്ചേസ് ചെയ്തിട്ട് ഒരു 360 mm ലിക്വിഡ് കൂളർ ടോപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ബിക്കോസ് അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ ഫാൻസോ കാര്യങ്ങളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല. ബെറ്റർ ആൻടെക്കിൻ്റെ തന്നെ സിംഫണി മോഡൽ യൂസ് ചെയ്യുവാണെങ്കിൽ ഒരു ഓവറോൾ യൂണിഫോം ലുക്ക് കിട്ടുന്നതായിരിക്കും. ഗ്രാഫിക്സ് കാർഡിൻ്റെ ലെങ്ത് കമ്പാറ്റബിലിറ്റി നോക്കുവാണെങ്കിൽ 410 mm ഗ്രാഫിക്സ് കാർഡ്സ് വരെ ഇതിൽ സപ്പോർട്ട് ആകും. ആൻഡ് നോർമൽ എയർ കൂളേഴ്സിൻ്റെ സപ്പോർട്ട് നോക്കുവാണെങ്കിൽ അപ് ടു 160 mm ഹൈറ്റ് ഉള്ള എയർ കൂളേഴ്സ് ആണ് മാക്സിമം ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് പവർ സപ്ലൈക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്. ബാക്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന 150 mm ലെന്ത് ഉള്ള പവർ സപ്ലൈ യൂസ് ചെയ്യാം ഓർ മാക്സിമം 240 വരെ യൂസ് ചെയ്യാൻ പറ്റും. സോ ബേസിക് യൂസിന് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന എല്ലാ പവർ സപ്ലൈസും ഇതിൽ ഫിറ്റ് ആകും. ആൻഡ് ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിലെ ഈ ഒരു പ്ലേറ്റ് നമ്മൾ റിമൂവ് ചെയ്യുവാണെങ്കിൽ 4 സ്ക്രൂസ് ആണ് സൈഡിൽ വരുന്നത്. സോ ഈ 4 സ്ക്രൂസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലേറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. സോ ഇതിന്റെ താഴെ അല്ലെങ്കിൽ ഇതിന്റെ ബാക്കിലാണ് ARGB കൺട്രോളർ വരുന്നത്. ആൻഡ് കൺട്രോളറിൽ എല്ലാ സ്പേസും ഓൾമോസ്റ്റ് ഫിൽഡ് ഔട്ട് ആണ്. ഒരു PWM ഫാൻ്റെ ഹെഡർ സ്പേസ് മാത്രമാണ് ബാക്കി വരുന്നത്. അതേപോലെ ഒരു പ്ലസ് പോയിന്റ്, ക്യാബിനറ്റിലെ എല്ലാ കേബിൾസും, അതായത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്ന USB കണക്ടറിന്റെ കേബിൾസ് ആയാലും ഫ്രണ്ട് പാനൽ കണക്ടേഴ്സിന്റെ ആയാലും കേബിൾസ് എല്ലാം വൈറ്റ് ആണ്. പ്ലസ് ഫ്രണ്ടിലെ കണക്ടേഴ്സിന്റെ പോർഷൻ നോക്കുവാണെങ്കിലും അതും കംപ്ലീറ്റ്ലി വൈറ്റ് ആണ്. സോ അത് ചെറിയ മൈനർ ഡീറ്റെയിലിംഗ് ആണ്. പല കമ്പനീസ് അത് മിസ് ഔട്ട് ആകുന്നതാണ്. ഇവിടെ ആൻടെക് അത് ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് IO പോർഷൻ നോക്കുവാണെങ്കിൽ നമുക്കൊരു പവർ ബട്ടൺ കാണാം. അതിന്റെ സൈഡിൽ LED ബട്ടൺ, LED ലൈറ്റ് സൈക്കിൾ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. 2 USB 3.0 പോർട്ട്, ഹെഡ്ഫോൺ ആൻഡ് മൈക്കിന് വേണ്ടി 2 സെപ്പറേറ്റ് ആയിട്ടുള്ള 3.5 ജാക്സ് ഉണ്ട്. ആൻഡ് ഫൈനലി വി ഹാവ് എ Type-C പോർട്ട് ഓൾസോ. സോ ഓവറോൾ ആൻടെക് C5 ക്യാബിനറ്റ് ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു ക്യാബിനറ്റ് തന്നെയാണ്. ഡിസൈൻ നോർമൽ ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ക്യാബിനറ്റ് അല്ലാതെ കുറച്ച് ഫ്രണ്ട് പോർഷൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ സാധാരണ കാണുന്ന ലിയാൻലി ഡൈനാമിക് ക്യാബിനറ്റ്സിന്റെ അതേ ലുക്ക് തന്നെ ആയിപ്പോയേനെ. ഇവൻ ദോ ആ ഡിസൈൻ ഫേമസ് ആയത് ഫ്രം ലിയാൻലി ഡൈനാമിക് O11 ആണ്. ബട്ട് ഏകദേശം സിമിലർ ഡിസൈൻ തന്നെയാണ്. ചെറുതായിട്ട് ഫ്രണ്ട് പോർഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ ഡിസൈൻ വൈസ് ദാറ്റ് ലുക്സ് ഗുഡ്. സോ അത് ഡിസൈൻ പെർസ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ ഒരു പ്ലസ് തന്നെയാണ്. പിന്നെ ഓഫ് കോഴ്സ് 10,000 പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ക്യാബിനറ്റ് മാത്രമല്ല, അതിൽ നമുക്ക് 7 ARGB ഫാൻസ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് വരുന്നത്. ഇതിൽ 6 ഫാൻസ് റിവേഴ്സ് ഇൻടേക്ക് ഫാൻസ് ആണ്. യൂഷ്വലി റിവേഴ്സ് ഇൻടേക്ക് ഫാൻസ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ബട്ട് ഇവിടെ നമുക്ക് സൈഡിൽ മദർ ബോർഡിന്റെ സൈഡ് പോർഷനിലെ 3 ബോട്ടമിലെ 3 ഇൻടേക്ക് ആണ്. ആൻഡ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എക്സോസ്റ്റിന്റെ മാത്രമാണ് നമുക്ക് ഇവിടെ ബാക്കി വരുന്നത്. സോ ടോപ്പിൽ ഒരു
360mm ലിക്വിഡ് കൂളർ എക്സോസ്റ്റ് കോൺഫിഗറേഷനിൽ വെച്ചാൽ മതി. പെർഫെക്റ്റ് എയർ ഫ്ലോ ആയിരിക്കും. അത് മാത്രമല്ലാതെ ഫാൻസിന്റെ സ്പീഡും ARGB കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിൽ ഇൻബിൽറ്റ് കൺട്രോളർ ഹബും കൊടുത്തിട്ടുണ്ട്, വിച്ച് ആഡ്സ് വാല്യൂ ടു ദിസ് ക്യാബിനറ്റ്. വെന്റിലേഷൻ എയർ ഫ്ലോയുടെ കാര്യം പറഞ്ഞു, അതും ഒരു പോസിറ്റീവ് ആണ്. ബിക്കോസ് ഇനഫ് ആയിട്ടുള്ള ഫാൻസ് ഇതിൽ പ്രീ ഇൻസ്റ്റോൾഡ് ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് അത്യാവശ്യം വിഡ്ത് വൈസ് വലിയ ക്യാബിനറ്റ് ആണ്. ആൻഡ് ഇനഫ് ആയിട്ടുള്ള സ്പേസസ്, കേബിൾ മാനേജ്മെന്റ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാബിനറ്റിൽ ഓഫ്കോഴ്സ് എല്ലാം പോസിറ്റീവ്സ് ഒന്നും അല്ല, ചെറിയ ചെറിയ നെഗറ്റീവ്സ് ഉണ്ട്. ഫസ്റ്റ് നെഗറ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, തം സ്ക്രൂസിന്റെ കാര്യം. തം സ്ക്രൂസ് ആക്ച്വലി ക്യാപ്റ്റീവ് തം സ്ക്രൂസ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേനെ. അതായത് ഈ പ്രൈസ് റേഞ്ചിലും അത്യാവശ്യം ഇത്രയും നല്ലൊരു ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള നല്ല ഫീച്ചർ റിച്ച് ക്യാബിനറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം കൂടി ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ. ആൻഡ് നേരത്തെ ഞാൻ കേബിൾ മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. കേബിൾ മാനേജ്മെൻറ്റ് ഈസിയാണ്. ഈസി എന്ന് വെച്ചാൽ ഇനഫ് സ്പേസ് നമുക്കിതിലുണ്ട്. ബട്ട് ഈ സ്പേസ് ആക്ച്വലി നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഹബ്ബും അതിൻ്റെ കേബിൾസ് തന്നെ കംപ്ലീറ്റ്ലി എടുക്കും. പവർ സപ്ലൈയുടെ താഴത്തെ മേജർ പോർഷൻ ഈ ഹബ്ബും ഇതിൻ്റെ ഫാൻസിൻ്റെ കേബിൾസ് തന്നെ കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അത്രയധികം കേബിൾസ് ആണ് ടോട്ടലി വരുന്നത്. ഇത് ആൻടെക് ആക്ച്വലി വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഡെയ്സി ചെയിനബിൾ ഫാൻസ് യൂസ് ചെയ്യുമായിരുന്നെങ്കിൽ, അതായത് അധികം കണക്ടേഴ്സോ അധികം കേബിൾസ് വരാത്ത രീതിയിലുള്ള എന്തെങ്കിലും സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി നീറ്റായിട്ട് നമുക്ക് കേബിൾ മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും. ഇതിൽ കേബിൾ മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നില്ല, ടൈം കൺസ്യൂമിംഗ് ആണ്. അഫ്കോഴ്സ് ഇത് കവർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ബാക്ക് പ്ലേറ്റ് കൊടുത്തേക്കുന്നത്. പക്ഷേ എന്നാലും നമുക്ക് കേബിൾ മാനേജ്മെന്റ് മെസ്സ് കുറച്ച് കൂടുതലായിരിക്കും. കേബിൾ മാനേജ്മെന്റ് ഈവൻ ദോ ഈസി ആണെങ്കിലും കുറച്ച് മെസ്സി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇതിൽ മേജറായിട്ട് നമുക്ക് നെഗറ്റീവ്സ് ഒന്നും തന്നെ പറയാനില്ല, എക്സെപ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഫ്രണ്ടിലെ പോർഷന്റെ പ്ലാസ്റ്റിക് ചിപ്പായത്. അത് മേ ബി പാക്കിങ്ങിന്റെ ഇഷ്യൂ ആണോ ഷിപ്പിങ്ങിന്റെ ഇഷ്യൂ ആയിരിക്കുമോ അത് എക്സാക്ട്ലി അറിയത്തില്ല. ബട്ട് എന്തിൻ്റെ ആയാലും ജസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ്. ഓവറോൾ കേബിൾസ് റൗട്ട് ചെയ്യുന്നത് ഈസിയാണ്. ഗ്രാഫിക്സ് കാർഡ്സിന്റെ കേബിൾ ആണെങ്കിലും CPUവിന്റെ പവർ കണക്ടർ ആണെങ്കിലും എല്ലാത്തിനും ഇനഫ് ആയിട്ടുള്ള സ്പേസ് മേളിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ CPU കണക്ടറിന്റെ സ്പേസ് നോക്കുവാണെങ്കിലും മേളിൽ നമുക്ക് ഇനഫ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. സോ പേഴ്സണലി ഈ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ക്യാബിനറ്റ് ഒരു ഡ്യുവൽ ചേംബർ ക്യാബിനറ്റ് നിങ്ങൾ നോക്കുന്നുണ്ട്, 9500 to 10,000 താഴെയാണ് നിങ്ങളുടെ ബഡ്ജറ്റ്. അതായത് ലിയാൻലി പോലത്തെ ടോപ്പ് ബ്രാൻഡ്സിന്റെ ക്യാബിനറ്റ്സ് ഇൻ കേസ് അഫോർഡ് ചെയ്യാനുള്ള ബഡ്ജറ്റ് ഇല്ല. ആൻഡ് ഓഫ് കോഴ്സ് ക്യാബിനറ്റ് മാത്രമല്ല, ലിയാൻലിയുടെ വാങ്ങിക്കുകയാണെങ്കിൽ ഫാൻസ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. ഓൾറെഡി ക്യാബിനറ്റിന് 15,000 to 18,000 റേഞ്ച് ആണ് സ്റ്റാർട്ടിംഗ് ആകുന്നത്. അതിൻ്റെ കൂടെ നിങ്ങൾ ഫാൻസ് സെപ്പറേറ്റ് വാങ്ങിക്കണം. സോ അത്രയും സ്പെൻഡ് ചെയ്യാനില്ല. ബട്ട് ഒരു 9,000 to 10,000 ഇടയ്ക്ക് സ്പെൻഡ് ചെയ്യാമെങ്കിൽ നല്ലൊരു ക്യാബിനറ്റ് ആണ്. പ്രിറ്റി ഡീസൻറ്റ് ക്യാബിനറ്റ് എന്ന് ഞാൻ പറയും, ആൻടെക്കിൻ്റെ C5 ARGB മോഡൽ. എന്തായാലും ഇത് ക്യാബിനറ്റിൻ്റെ ഒരു ബേസിക് റിവ്യൂ ആണ്. നമ്മൾ ഓൾറെഡി ഇതിലൊരു PC ബിൽഡ് ചെയ്തു. അതിൻ്റെ ബിൽഡ് വീഡിയോ എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അതിൽ നമ്മൾ എന്തായാലും കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള ബെഞ്ച് മാർക്സും ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഒന്നും നോക്കണ്ട, നിങ്ങളുടെ ബഡ്ജറ്റ് അണ്ടർ 10,000 ആണ്. ഈ ക്യാബിനറ്റിൻ്റെ ലുക്കും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു വേർത്തി ക്യാബിനറ്റ് ആണ്. എന്തായാലും അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. വൺസ് അഗൈൻ താങ്ക്സ് ടു ആൻടെക് ഇന്ത്യ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. PC ബിൽഡ്സോ ടെക് കൺസൾട്ടേഷൻ വേണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.